السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. صدق الله العظيم. മനുഷ്യ വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച് മലക്കളോട് മുശാവറ ചെയ്ത സമയത്ത് രക്തം ചിന്തുകയും സംഘട്ടനം നടത്തുകയും പോറ് വിളിക്കുകയും പരസ്പരം ചിത്രതയുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഞങ്ങൾ തസ്ബീഹിനും ഹംദിനും തഖദീസിനും മാത്രം ഇവിടെ ഉണ്ടായിരിക്കെ നീ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യുകയല്ല, വിവരം കിട്ടാൻ വേണ്ടി അന്വേഷിച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവരോടൊന്ന് പറഞ്ഞു വെച്ചത് ഇന്നിയാലും മാലാത്താലുമോ, നിങ്ങൾക്കറിയാത്ത എനിക്കറിയാമെന്നാണ്. അത് ആദ്യം ഒന്ന് വ്യംഗ്യമായി അള്ളാഹു പറഞ്ഞു. ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ പരിപാടിയിലേക്കാണ് അള്ളാഹു പോകുന്നത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. കുഴപ്പക്കാരും പ്രശ്നക്കാരും ഒക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെയുള്ളൊരു വിഭാഗത്തെ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അള്ളാഹു കൊടുത്ത മറുപടി ഇൽമ കൊണ്ടാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. മനുഷ്യ വിഭാഗത്തിന്റെ പ്രഥമ പ്രതിനിധിയായി, നബിയായി, അള്ളാഹുവിൻ്റെ അവധൂതനായി, നിയോഗപുരുഷനായി ആദ്യമായി കടന്നു വന്ന ആൾക്ക് അള്ളാഹു താല ചെയ്തത് വഅല്ലമ, പഠിപ്പിച്ചു ആദം അലൈഹിസ്സലാമിന് അൽ അസ്മാഅ കുല്ലഹാ. ഒരുപാട് ഭാഷകളും ആ ഭാഷയിലുള്ള പ്രയോഗങ്ങളും ആ പ്രയോഗങ്ങളുടെ അർത്ഥതലങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി. അല്ലമ എന്ന് പറഞ്ഞാൽ തന്നെ നന്നായിട്ട് പഠിപ്പിച്ചു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില കിതാബുകളിൽ കാണാം ആദം അലൈഹി ഇസ്ലാമിന് 7 ലക്ഷം ഭാഷ അറിയാമായിരുന്നു എന്നാണ്. 7 ലക്ഷം ഭാഷ. നമ്മുടെ കൂട്ടത്തിൽ 4-5 ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ അന്താരാഷ്ട്ര പണ്ഡിതന് ബഹുഭാഷാ പണ്ഡിതൻ എന്നൊക്കെ പറയാറുണ്ട്. ഒരു മലയാളം, അറബി, ഉറുദു, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്താൽ എല്ലാ നോട്ടീസിലുണ്ടാവും ബഹുഭാഷാ പണ്ഡിതൻ. ആയിക്കോട്ടെ, കുഴപ്പമുണ്ടായിട്ടില്ല. 7 ലക്ഷം ഭാഷയാണ് ആദം അലൈഹി ഇസ്ലാമിന് കൈവശം ഉണ്ടായിരുന്നത്. ഒരഭിപ്രായത്തിൽ ആദം അലൈഹി ഇസ്ലാമിനെ അറിയാത്ത ഒരു ഭാഷയും ദുനിയാവില് പിന്നെ ഉണ്ടാവില്ല. മലയാളം ആദം അലൈഹി ഇസ്ലാമിനെ അറിയാം. മലയാള ഭാഷയിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പ്രയോഗങ്ങളാണല്ലോ. നമ്മളെ ഈ മലപ്പുറം ജില്ലയിലുള്ള അതേ രീതിയിൽ മംഗലാപുരത്ത് പോയി പറഞ്ഞാൽ മനസ്സിലാവില്ല, കാസർഗോഡ് പോയി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ ഇക്ക എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇച്ച എന്നാ പറയാ. ഇവിടെ നമ്മളെ അബോക്കറിക്ക എന്ന് പറയുമ്പോൾ അവിടെ ഒക്കർച്ചിയാന്നാ പറയാ. അതിന് നമ്മൾ ഔത്തർച്ചിന്ന് അർത്ഥം വെച്ചിട്ട് കാര്യമില്ല. ഓരോ നാടുകളിൽ തന്നെ വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും പ്രയോഗങ്ങളുമാണ്. ഇതൊക്കെ ആദം അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല കൃത്യമായിട്ട് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഏതൊക്കെ പ്രയോഗങ്ങളാണ്. ജില്ല മാറിയാൽ ഒരേ ഭാഷ ഏതെല്ലാം പ്രയോഗങ്ങളാണ്. ഉറുദു, ഇംഗ്ലീഷ്, തമിഴ്, സംസ്കൃതം എല്ലാം ആദം അലൈഹി ഇസ്ലാമിന് അറിയാം. ആദം അലൈഹി ഇസ്ലാമിന് അറിയാത്തൊരു ഭാഷ പിന്നെ സന്താനങ്ങൾ ഉപയോഗിക്കൂല. അത്ഭുതല്ലേ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. മാത്രല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളുമാണ്. അതും പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു സുമ്മ അറളഹും അലൽ മലായിക. പിന്നെ മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ പറഞ്ഞല്ലോ എന്തിനാണ് അവരെ കൊണ്ടുവരുന്നതെന്ന്. എന്നാ അതാ ഈ ആൾക്കാരിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് പറയും. ആദം അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു ചോദിക്കും ഇതിനെന്താ പറയാ, അത് ഇന്നതാ പറയാ, അത് ഇന്ന ഉപകാരത്തിനുള്ളതാണ്. മലക്കുകളോട് ചോദിക്കും നിങ്ങൾക്ക് അതറിയോ? അറിയില്ല. ഇവിടെ വളരെ പ്രധാനമായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം,
മനുഷ്യന്റെ ബഹുമാനം മലക്കൾക്കിടയിൽ സ്ഥിരപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് ആദം അലൈഹിസ്സലാമിന് ഇൽമ കൊടുക്കുകയാണ് ചെയ്തത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ പറയുന്നുണ്ട്, ദുനിയാവിൽ ഇൽമിനേക്കാൾ ശ്രേഷ്ഠതയുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതായിരുന്നു ആദം അലൈഹിസ്സലാമിന് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഭൂമിയുടെ മുകളിൽ അല്ല, ആകാശത്തിന്റെ ചുവട്ടിൽ അല്ല, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഇൽമിന്റെ മേലെ ഒരു സംഗതിയും ഇല്ല എന്നത് ഈ ആയത്ത് തെളിവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കേണ്ടിയിരുന്നത്. എന്നിട്ട് മലക്കളോട് അറിയും, ഇയാളെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ കയ്യിലുണ്ടോ, ആരോഗ്യമുണ്ടോ? ആദം അലൈഹി ഇസ്ലാമിന്റെ ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടോന്ന് ചോദിക്കും. മലക്കൾക്ക് മുമ്പിൽ ആദം അലൈഹി ഇസ്ലാമിന് ഫിസിക്കലി ആരോഗ്യം കൊണ്ട് പിടിച്ചിക്കാൻ പറ്റൂല, ഒരിക്കലും കഴിയില്ല. എന്നാ ഇബാദത്തിന്റെ എണ്ണം കൊണ്ട് പിടിച്ചിക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. ആദം അലൈഹി ഇസ്ലാമിന് കല്യാണം ഉണ്ട്, മക്കളുണ്ട്, അവരെ കാര്യം നോക്കണം. ഉറങ്ങും, മനുഷ്യനാണ്. ജിബ്രീൽ ഇസ്ലാം ഉറങ്ങൂല, കല്യാണം കഴിക്കൂല, മക്കളില്ല. അപ്പൊ ജിബ്രീൽ ഇസ്ലാം ഇബാദത്ത് ചെയ്യുന്ന പോലെ എണ്ണം കൊണ്ട് ആദം അലൈഹി ഇസ്ലാമിന് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. എന്നാലും ജിബ്രീൽ അലൈഹി ഇസ്ലാം അടക്കമുള്ള മലക്കളോട് പടച്ചോൻ പറഞ്ഞു സുജൂദ് ചെയ്യണമെന്ന്. ഇവിടെ അടിക്കണം, ഒരു സലൂട്ടും കണ്ട് അടിച്ചു കൊടുക്കണം എന്ന്. വളരെ അത്ഭുതല്ലേ? കാരണം എന്താ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കാണ്ട്, ആദം അലൈഹിസ്സലാം ആലിമും മലക്കുകൾ ജാഹിലീങ്ങളുമാണോ? അതുമല്ല, അതുണ്ടല്ലോ. മലക്കുകളൊക്കെ ജാഹിലീങ്ങള്, ആദം അലൈഹിസ്സലാം കുറച്ച് വിവരമുള്ള ആളും. അതുകൊണ്ടാണോ ഈ ബഹുമാനം കൊടുത്തേ? അല്ല, മലക്കുകൾ വിജ്ഞരാണ്, വിവരമുള്ള ആളുകളാണ്. പക്ഷെ അവരെടുത്തില്ലാത്ത കുറച്ച് വിവരം ആദം നബിന്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഈ സുജൂദിന് വേണ്ടി കൽപ്പിച്ചത്. അപ്പൊ ഇൽമിന്റെ ബഹുമാനം ഒന്നും കൂടി കൂടി. കാരണം എന്താ? വിവരമുള്ള ആളാണെങ്കിൽ തന്നെ തന്നേക്കാൾ വിവരമുള്ള ആളെ കാണുമ്പോൾ ബഹുമാനിക്കണം. അതാണ് അതിനർത്ഥം. മണ്ടുണ്ടല്ലോ, അതൊക്കെ മനസ്സിലായിക്കൂടെ? കിതാബിലുള്ള കാര്യല്ലേ? വിവരമുള്ള ആൾ തന്നെയാണ്, പക്ഷെ മുമ്പിലുള്ളത് തന്നേക്കാൾ വിവരമുള്ള ആളാണ്, എന്നാൽ ബഹുമാനിക്കണം. എന്തുകൊണ്ട്? നമ്മളെ അടുത്തുള്ളതിനേക്കാൾ അയാളെടുത്തുണ്ടല്ലോ. അതൊക്കെ കേരളത്തിൽ നിന്നാണ് എടുത്തുപോയി അടുത്ത കാലത്ത്. എല്ലാ മുത്താലിമീങ്ങൾക്കും മാർക്കെതിരും കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യമായി നമ്മുടെ നാട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇൽമിനുള്ള ബഹുമാനം ലോകത്ത് വേറെ ഒരു സംഗതിക്കുമില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ ഇൽമിന് വേണ്ടി ഉദ്ധരിച്ച ഹദീസുകൾ എത്രയാണെന്നറിയോ നിങ്ങള്? ഒരു ഹദീസ് ഞാൻ കൽപ്പിക്കാം, അതിന് നമ്മളൊക്കെ പെടും. മാമിൻ മുതഅല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബിൽ ആലിമി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത്തസ് സനാ വബികുല്ലി ഖദമിൻ ബനല്ലാഹു ലഹു മദീനതൻ ഫിൽ ജന്ന വയംശി അലൽ അർളി വൽ അർളു തസ്തഗ്ഫിറു ലാ വശഹിദത്തിൽ മലായികത്തു ലഹും ബിഅന്നഹും ഉത്ഖാഉല്ലാഹി മിനൻ നാർ. ഒറ്റ ഹദീസ് മതി. വിജ്ഞാനം ആഗ്രഹിച്ചുകൊണ്ട് ഒരു പഠിതാവ് ഒരു അധ്യാപകന്റെ സന്നിധിയിലേക്ക് വരികയാണെങ്കിൽ അവൻ ഓരോ കാല് പൊക്കുന്ന സമയത്തും ആ സ്റ്റെപ്പിന്, കാൽ പൊക്കുന്ന സ്റ്റെപ്പിന് ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പെങ്ങള് പറയുന്ന കണ്ട് വരുമ്പോ കാലിങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ അല്ല വരിക. കാലം കണ്ട് പൊക്കി താഴ്ത്തുന്നതിന് ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി. സുബ്ഹാനല്ലാഹ്. ഈ ഇരുത്തം വെറുതെ ആണോ? എത്ര പ്രാവശ്യങ്ങൾ കാല് പൊക്കിയിട്ട് അങ്ങോട്ട് വരുന്നത്? ഇനി കാല് പൊക്കിയിട്ടില്ലേ, വീൽ ചെയർമ വരികയാണെങ്കിൽ അള്ളാഹ്ക്ക് കണക്കൂട്ടാനൊക്കെ കഴിയും. അതിപ്പോ നടന്നിട്ടാണെങ്കിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്ന് കണക്കൂട്ടാനൊക്കെ അള്ളാഹ് കഴിയും. അപ്പൊ ആയാതി ചോദ്യങ്ങളൊന്നും സംശയങ്ങളൊന്നും ഇതിൽ വേണ്ട. പണ്ടൊരാള് പറഞ്ഞ കാര്യം, 8 അടി മൂർക്കം കടിച്ചാല് 8 അടിയേ നടക്കുള്ളൂ, പിന്നെ നടക്കൂല അറിഞ്ഞ്. അതിനെ കുറിച്ചൊരു മാഷ്. അപ്പൊ ഒരു കുട്ടി അറിഞ്ഞ്, ഇനി 8 അടി മൂർക്കം കളിച്ചാൽ എനിക്ക് പ്രശ്നമില്ല അറിഞ്ഞ്. എന്ത് വെച്ചാൽ 7 അടി നടന്നിട്ട് പിന്നെ സൈക്കിളുമ്പോ പോകുന്ന അറിഞ്ഞ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, ആ അർത്ഥത്തിലല്ലല്ലോ അത് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ വീൽ ചെയർമ വരികയാണെങ്കിലും വണ്ടിയിൽ വരികയാണെങ്കിലും ഒക്കെ വരികയല്ലേ. അപ്പൊ അത് നടക്കുകയാണെങ്കിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ കണക്കൂട്ട അള്ളാഹ്ക്ക് അറിയും, കൂലി ഉറപ്പാണ്. മാമിൻ മുതഅല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബിൽ ആലിമി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത്തസ് സനാ. ഓരോ സ്റ്റെപ്പിനും ഓരോ കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ്. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പോരാ, വബികുല്ലി ഖദമിൻ ബനല്ലാഹു ലഹു മദീനതൻ ഫിൽ ജന്ന. ഓൻ കാലുമൊക്കെ താഴ്ത്തുമ്പോഴേക്ക് ഒരു സ്റ്റെപ്പിന്
പരലോകത്തൊരു പട്ടണം പടച്ചോൻ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പരലോകത്ത് അങ്ങനെയാണ്, പട്ടണം കൊണ്ടുണ്ടെന്ന് അറിയും നമ്മൾ. എത്രയാ അവിടെ കിട്ടിയെന്നറിയ നിങ്ങള്. ലാസ്റ്റ് സ്വർഗത്ത് പോണ ആളുണ്ട്, ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ്. അപ്പൊ ഇയാളുടെ ഉള്ളിലൊരു ബേജാറുണ്ടാവുന്ന, കാരണം എല്ലാരും പോയി സ്ഥലം പിടിച്ച് ഇനി എനിക്ക് സ്ഥലം ഉണ്ടാവൂലേന്ന്. നമ്മളിവിടുത്തെ രൂപം കണക്കൂട്ടിയിട്ട് അങ്ങോട്ട് കയറുമ്പോ എനിക്കൊരു ബേജാറ്. എല്ലാരും പോയി അവസാനം കുറച്ച് ജാനമിലൊക്കെ കിടന്ന് അവിടുന്ന് കുളിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞേക്കാണ്. അപ്പൊ ഓനൊരു ബേജാറ്, ഇനി ഇപ്പൊ ആരെങ്കിലും കട്ടിൻ്റെ തൊട്ട് ഞാൻ കിടക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഊരമ്മ കൂരട്ടേണ്ടി വരുമോ എന്നൊക്കെ ഒരു തോന്നൽ ഇവനിങ്ങനെ. അപ്പൊ ഇങ്ങനെ പോകുമ്പോ എന്റെ മനസ്സല്ലാക്കെ അറിയാലോ, അള്ളാഹ്ക്ക് എന്തേ ബേജാറ്. ഒന്നുമല്ല, ഞാനിപ്പോ എവിടെയാണ് കിടക്കുക എന്നുള്ള. കിടക്കേ സ്വർഗത്തിലോ? ലാസ്റ്റ് പോണ ആളോട് അള്ളാഹ്ക്കും എനിക്ക് ഭൂമി ഓർമ്മണ്ടോ? ഭൂമി ഓർമ്മണ്ട്, ഞാൻ അവിടുന്ന് അല്ലാണ്ട് വരണേ. ഭൂമി ഒത്തയ്ക്ക് കണ്ടിടണോ? ഭൂമി ഒത്ത കണ്ടിട്ടില്ല. എന്നാ ഭൂമി ഉണ്ടല്ലോ, അതിന്റെ 10 മടങ്ങ് അപ്പുറം എനിക്കുണ്ട് സ്വർഗം. അവസാനം പോണ ആൾക്ക് സുബ്ഹാനല്ലാ. അതല്ല പഴയ കാലത്ത് പള്ളിന്റെയും മദ്രസന്റെ കാര്യം വരുമ്പോഴേക്ക് ആദ്യമാര് പറമ്പണ്ട് എഴുതി കൊടുക്കും. കാരണം ഇവിടെ പോയെന്താ അവിടെ കിട്ടുമല്ലോ, ഇവിടെ പോയെന്താ അവിടെ കിട്ടുമല്ലോ. അബൂദർദാ അള്ളാന് മദീനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് മദീനയിൽ അറിയപ്പെട്ട ഒരു തോട്ടമുണ്ട്. ആ തോട്ടം കാണാനായിട്ട് പുറത്തും ടൂറിസ്റ്റ് വരവുണ്ട്. ആ തോട്ടം ഒന്ന് കാണാൻ കോടികൾ വില പറഞ്ഞിട്ട് കൊടുത്തതില്ല. ഇവിടെ പിരിവൊന്നുമില്ല കേട്ടോ, അതിന് ബേജാറാണ്ടേ. ഈ പിരിവുക്ക് കൊണ്ടുവരാൻ തോന്നണ്ട, ഒരു പിരിവും ഇവിടെ ഇല്ല. ഞാൻ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ഇതിലുള്ള ഒരു ആർത്തി അറിയിക്കാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് ഒരു ആയത്തിറങ്ങി, ആയത്ത് കണ്ട് ഇറങ്ങി. റസൂലുള്ള അർത്ഥം വെച്ചു കൊടുത്തു. അള്ളാഹ്ക്ക് ആരെങ്കിലും കടം കൊടുത്താൽ പടച്ചോൻ തിരിച്ചു നൽകുമ്പോ 10 മടങ്ങ് നൽകും എന്ന് പറഞ്ഞു. അപ്പൊ അബൂദർദാങ്ങൾക്ക് ഒരു സംശയം, പടച്ചോന് കടം കൊടുക്കേ, അതെങ്ങനെ മുത്തനബി ശരിയാകുക? നമുക്ക് എന്തൊക്കെ ഉള്ളത് അതൊക്കെ അള്ള തന്നല്ലേ, ഇനി എന്താ അങ്ങോട്ട് കടം കൊടുക്കാന്? അള്ള ഇങ്ങോട്ട് തന്നത് എന്താ അങ്ങോട്ട് കടം കൊടുക്കില്ല, അതെങ്ങനെ ശരിയാകുമെന്ന് വെച്ച്. അപ്പൊ അള്ളാഹ് റസൂല് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അബൂദർദാ അത് അങ്ങനല്ല, അള്ള തന്നതന്നെയാണ് ഒക്കെ. ഇനി അതിന് വല്ലത് കൊടുത്തിട്ട് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താല് അള്ള അതിന്റെ 10 മടങ്ങ് തിരിച്ചു തരും എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുത്തോനെ അള്ള വിടൂല, അത് ദുന്യാവിലും കൊടുക്കും ആഖിറത്തിലും കൊടുക്കും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അബൂദർദാ എണീച്ചിട്ട് വെച്ച്, ആഖിറത്തിലും കിട്ടുമെന്ന് വെച്ച്. ആഖിറത്തില് സ്വർഗം കിട്ടും, കൊട്ടാരം കിട്ടും, അവിടെ പട്ടണം അങ്ങോട്ട് തുറന്നിട്ടെന്ന് പറഞ്ഞു. എണീക്കല. എന്നിട്ട് പറഞ്ഞു, കോടികൾ വില പറഞ്ഞിട്ട് കൊടുക്കാത്ത ഈത്തപ്പഴത്തോട്ട അതിലെന്നെ പോരള്ളത്. 600 മരങ്ങൾ ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അവരെ തോട്ടത്തിലുണ്ട്. അതൊക്കെ ഈത്തപ്പഴം കായ്ച്ച് പൂത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത്, ചൂടുള്ള സമയത്ത് ആയത്തിറങ്ങണേ. കോടികൾ വില പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അബൂദർദാ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുത്തനബിയെ, എൻ്റെ 600 മരങ്ങളുള്ള ഈത്തപ്പഴത്തോട്ടുണ്ടല്ലോ, അത് ഞാൻ പാവങ്ങൾക്ക് സ്വതക്കാക്കിക്കണെന്ന് പറഞ്ഞു. എനിക്ക് പകരം സ്വർഗത്തിൽ തോട്ടം വാങ്ങി തരണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ കൈ ഉയർത്തിയിട്ട് തോരുന്നു, പടച്ചോനെ അബൂദർദാനും കുടുംബത്തിനും സ്വർഗത്തിൽ ആ തോട്ടം കൊടുക്കണേ അല്ലാഹ്. ആമീന്ന് പറയലും പായലും ഒപ്പ. ആമീന്നാണ്ട് പറഞ്ഞിട്ട് അബൂദർദാ പൊരയിക്കാണ്ട് ഓടിയപ്പോ രാവിലെ സമയത്ത് കുട്ടികൾ എണീറ്റിട്ട് ഈത്തപ്പഴം മരത്തിന്ന് കാറ്റിന് പുറത്തേക്ക് വീണ ചോളെടുത്തിട്ട് ചവച്ചരച്ച് തിന്ന്. ചെറിയ കുട്ടികള്, വാപ്പാന്റെ തോട്ടല്ല, അതിന്ന് വീണ പഴം തിന്ന. അബൂദർദാ ഓരോ കുട്ടികളും മടിയിലെത്തി തൊള്ളേക്കാണ്ട് കൈയിട്ട് അവര് ചവച്ചരക്കണ പഴങ്ങൾ ആ പിച്ച വെച്ച് വളരുന്ന കുട്ടികളുടെ വായിന്ന് വലിച്ചും കണ്ടിടുക. കുട്ടികള് വാവിട്ട് കരയാണ്. ഭാര്യ വന്ന് നോക്കുമ്പോ എന്തൊരക്രമാണ് നിങ്ങൾ ഈ ചെയ്യണത്? ആ ചെറിയ കുട്ടികളെ തൊള്ളേ കൈയിട്ട് അവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴക്കങ്ങളെ എന്തിനായി വാരിയെടുക്കുന്ന? ആ കുട്ടികൾ കഴിച്ചോട്ടെ, എന്താ നിങ്ങൾ ഈ അക്രമം ചെയ്യണമെന്ന് വെച്ച് അവർ ഉണ്ടല്ലേ, ഇത് അക്രമല്ല, ഇത് ഇനി എന്റെ തോട്ടല്ല, ഞാൻ പാവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഭാര്യ വെച്ച് എന്തെന്ന് വെച്ചു, എടീ പകരം സ്വർഗത്തില് തോട്ടം വാങ്ങിത്തരാന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ തോട്ടം ഞാൻ മദീനയിൽ പാവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഭാര്യ ഒറ്റ വർത്താനം പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ ഭാര്യമാർ എന്താ നമ്മൾ വളർത്തിയ ആ വർത്താനൊന്നുമില്ല. നമ്മളെ ഭാര്യമാരെ നോമ്പ് ഇനി വരാനുള്ളതും പാത്തിലാവും, ഒന്നും പറയില്ല. ഇതിന് പകരം ആഖിറത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോ എന്നെ മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അബൂദർദാറിന് കുട്ടികളെടുത്ത് ഇറങ്ങിക്കൂടുക. ഇത് നമ്മളെ പോരല്ല, നീ അതിലാ പോരള്ളത്. ഈ പൊരയും നമ്മളതല്ല, ഈ തോട്ടം നമ്മളതല്ല. സൈഡിൽ ടെന്റ് കെട്ടിയിട്ടാണ് അവർ പിന്നെ താമസിക്കുന്നത്. കാരണം അവരെ മനസ്സിലുണ്ട് സ്വർഗാണ്, അവരെ മനസ്സിലുള്ളത് അതാണ്. ഇവിടെ ഇൽമിന് വരുമ്പോ നമുക്ക് തോട്ടം കൊടുക്കാനൊന്നുമില്ല. ഇൽമിന് വരുമ്പോ
ഓരോ കാല് പൊക്കുന്ന സമയത്ത് സ്വർഗത്തിൽ ഓരോ പട്ടണം പടച്ചോൻ പണിയുമെന്ന് പരിശുദ്ധ റസൂൽ. പോരാ, വയംശി അലൽ അർളി വല്ലർളു തസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിന്റെ ഇൽമിനെ പഠിക്കാൻ വരുന്ന മനുഷ്യന്മാർ ഭൂമിയിലൂടെ നടന്നു വരുന്ന സമയത്ത് ഭൂമി അവർക്ക് വേണ്ടി പാപമോചനം നടത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളെ പറയുന്ന ഇങ്ങനെ വരുന്ന സമയത്ത് ഭൂമി പറയും, യാക്ക് പുറത്തു കൊടുക്കും പഠിച്ചോനെ, പുറത്തു കൊടുക്കും പഠിച്ചോനെ. ഭൂമി തന്നെ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താൽ പിന്നെ ആ ഭൂമിന്റെ അടിയിൽ ഖബർ പോയി കിടക്കുമ്പോൾ എന്തൊരു സുഖം ഉണ്ടാവും. കാരണം നമുക്ക് അനുകൂലമായിട്ട് ശഫാത്ത് ചെയ്ത സ്ഥലത്ത് നമ്മൾ കിടക്കുന്നത്. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സ് ചെറുതല്ല, അതിന്റെ മേലെ ഒരു സദസ്സ് ദുനിയാവിലൊട്ടില്ലേനും. അതുകൊണ്ട് 2 നേരം ഇവിടെ ഇൽമിന് വേണ്ടി ഇരിക്കണത്. എൻ്റെ അടുത്ത് വലിയൊരു ആലിമായിട്ടൊന്നുമല്ല ഞാൻ, മഹാന്മാരായ ഉസ്താമാരിൽ നിന്ന് കിട്ടിയത് അവരുടെ ഗുരുത്വം കൊണ്ട് ഞാൻ വായിച്ച് പഠിച്ചതൊക്കെ നിങ്ങളുമായിട്ട് ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഞാനും ഒരു മുത്താലിമ, ഒരു പണ്ഡിതനൊന്നല്ല, ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ എനിക്കും പുതിയത് പഠിക്കാൻ കഴിയും, പുതിയ മനസ്സിലാക്കാൻ കഴിയും. ഇവര് ഇരുത്തണ്ടല്ലോ, ഇത് ഒരിക്കലും വെറുതാവൂല. എന്തെങ്കിലും മലക്കളെ നേരത്തെ നമ്മളെ കുറിച്ച് പറഞ്ഞല്ലേ കുഴപ്പക്കാരാണെന്ന്, അത് എൻ്റെ അടുത്തുണ്ടാവും, നിങ്ങളുടെ അടുത്തുണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവും. അതിന് തന്നെയാണ് മജ്‌ലിസും തറാവിയും റമദാനൊക്കെ അല്ലത്തെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് അല്ല ഈ പണിയെടുക്കണത്. എങ്ങനെങ്കിലൊക്കെ ശുദ്ധീകരിച്ചിട്ട് പോട്ടാണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ടല്ല ഇമാം ബുഖാരി തങ്ങൾ ഇൽമു പഠിക്കാൻ ആയുസ്സിൽ മൊത്തം നടന്നത് 50,000 കിലോമീറ്ററാണ്. നടന്നത് 50,000 കിലോമീറ്ററാണ്. 50,000 കിലോമീറ്റർ. അഹ്മദ് ബിൻ ഹംബൽ ഒരു ഹദീസ് ഇന്ന ആളെടുത്ത് ഉണ്ടെന്ന് കേട്ടു. ആ ഹദീസ് തന്റെ അടുത്തില്ല, ഒറ്റ ഹദീസ്. അതിന് 1000 കിലോമീറ്റർ നടന്നത്. 1000 കിലോമീറ്റർ എത്ര ഉണ്ടാവും? ഇവിടുന്ന് മംഗലാപുരത്തേക്ക് 300 തയ്യില്ല. 1000 കിലോമീറ്റർ എത്ര ഉണ്ടാവും? നടന്ന് അവിടെ എത്തിയപ്പോ ആ പണ്ഡിതനെ കണ്ടു. ആ പണ്ഡിതൻ ആ സമയത്ത് ഒരു പട്ടിക്ക് പത്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പട്ടിക്ക് പത്തിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ അവിടെ പോയിട്ട് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പിന്നൊന്നും നോക്കണില്ല, പിന്നെ പട്ടിക്ക് തീറ്റ കൊടുക്കുകയാണ്. നമ്മളാണെങ്കിൽ അപ്പൊ തിരിച്ചു പോകൂലേ, റൂമൊക്കെ വന്നു സലാം പറഞ്ഞു, മൂല്യരെ വല്ലാതൊരു മൈൻഡ് ഒന്നും ഇല്ലെങ്കിൽ ഇത് ഏത് അമ്കിനെ ഇറക്കിക്കണത്, ആളെ മൈൻഡ് ചെയ്യണില്ല, മൂപ്പര് വേറെ എന്തോ അല്ലായിരിക്കും. ഇത് തിരിഞ്ഞു നോക്കണില്ല, പട്ടിക്ക് തീറ്റ കൊടുക്കുകയാണ്. ഒറ്റ നിപ്പ. ഞാൻ എൻ്റെ ആവശ്യത്തിന് വന്നാൽ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. മൂപ്പര് പട്ടിക്കൊക്കെ വേറെ നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, സോറി, ക്ഷമിക്കണം കേട്ടോ, നിങ്ങളെ ഞാന് നവർമൈൻഡ് ചെയ്തല്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സലാം അടക്കിയല്ലോ. പിന്നെ ഇതെന്താ വെച്ചാൽ ഇവിടെ നായ്ക്കളില്ല. ലൈസഫി ഹാദിൽ ബൽദ കിലാബ്, ഇവിടെ നായ്ക്കളില്ലാത്ത സ്ഥലമാണിത്. ഈ പട്ടി എൻ്റെ അടുത്ത് വന്നത്, ഇവിടെ ഈ പട്ടി ഇല്ലാതിരിക്കെ പുറത്തുനിന്ന് വന്നത്, എൻ്റെ അടുത്ത് വല്ലതും കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. ആ സമയത്ത് ഞാൻ അതിന് ഭക്ഷണം കൊടുക്കാതെ അതിൻ്റെ പ്രതീക്ഷ മുറിച്ചിട്ട് നിങ്ങളെ പരിഗണിച്ച് നിങ്ങളുമായി സംസാരിക്കുന്നാൽ പട്ടി കണ്ടു പോകും. അപ്പൊ എനിക്കൊരു ഹദീസ് പേടി വന്നത്, ഹദീസ് എന്തിച്ചിട്ട് പേടി വന്നതാ, മൻ ഖതഅ റജാഅ മൻ ഇർതജാഹു ഫഖതഅ അല്ലാഹു റജാഅഹു യൗമൽ ഖിയാമ. തന്നിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും തന്നെ സമീപിച്ചാൽ, അത് മനുഷ്യനാണെങ്കിലും മൃഗാണെങ്കിലും, അവന്റെ പ്രതീക്ഷ മുറിച്ചു കളഞ്ഞവന്റെ പ്രതീക്ഷ പരലോകത്ത് പടച്ചവനും മുറിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് സത്യത്തിൽ ഹദീസ് പഠിപ്പിച്ചതല്ല, തിരിഞ്ഞു നോക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞതാണ്. അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഇനി ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഹദീസ് വേണ്ടേ? എനിക്ക് കിട്ടി. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് എനിക്കറിയില്ല, ഒരു ഹദീസ് പഠിച്ചല്ലോ, എനിക്ക് യാത്ര മുതലായി, അസ്സലാമു അലൈക്കും, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. 1000 കിലോമീറ്റർ യാത്ര ചെയ്തത് അഹ്മദ് ബിൻ ഹംബലിന്റെ മുതലായി ഒരൊറ്റ ഹദീസ് പഠിച്ചപ്പോ. കാരണം എന്താ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ഇൽമിന്റെ മേലെ ഈ ലോകത്ത് ശറഫുള്ള ഒരു സംഗതി അല്ലാഹു ഇന്നില്ല. അതുകൊണ്ട് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആ ഇൽമുമായി ബന്ധപ്പെട്ട ഒരു പാതയിൽ ഒരാൾ ബന്ധപ്പെട്ടാൽ സഹലല്ലാഹ്, സഹല മാദിയാ ഫീലാണ്. എന്തിനാ അത് ഉപയോഗിക്കുന്നത്? ഉറപ്പ്, തയക്കുന് എന്ന് പറയും, ഉറപ്പിനെ സ്ഥിരപ്പെടുത്താന്. അവന് സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു തുറന്നു കൊടുത്തു, എളുപ്പമാക്കി കൊടുത്തു. പുനഃപരിശോധന വേണ്ട, സംശയത്തിന് സ്പേസ് ഇല്ല, കട്ടായ പ്രഖ്യാപനമാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ജീവിതത്തിൽ ഇൽമിന് വേണ്ടി 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ ദിനം പ്രതി അള്ളാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. പറഞ്ഞതിന്റെ തവാബുകൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ഖബർ കിടക്കുന്ന വാപ്പമ്മമാര്, ബന്ധപ്പെട്ട ഒരു സ്നേഹിതന്മാർ, ഈ റമളാന്റെ തൊട്ടുമുമ്പ് മരിച്ചുപോയ എൻ്റെ പ്രിയ സുഹൃത്ത് മസ്ഊദ് സഖാഫി അടക്കമുള്ള പണ്ഡിതന്മാർ, റമളാനിന് ശേഷം മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ, എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് പള്ളിയുടെ കബറാളികൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ നാളെ ഖബർ കിടക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസിനിന്റെ ത്വഅത്തിൽ പ്രദാനം ചെയ്യണേ അല്ലാ. സിയാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഇടപെടലിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇൽമില്, അധ്യാപനത്തില്, ഞങ്ങളെ കച്ചവടത്തില്, യാത്രയിലൊക്കെ നിന്റെ ബർക്കത്ത് നൽകണേ അല്ലാ. റഹ്മത്ത് നൽകണേ അല്ലാ. സുരക്ഷിതത്വം നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പാരപ്പോര്, അസൂയ, ചതിയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ തലമുറയെ റിദ്ദത്ത്, കുഫ്ർ, ശിർക്ക്, വിദ്അത്ത്, ളലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് ചിരിച്ച് ഈമാനോടെ കലിമ ചൊല്ലി മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഈ റമളാൻ അനുകൂലമായി സാക്ഷിയാക്കി തരണേ അല്ലാ. പ്രതികൂലമായി സാക്ഷിയാവുന്ന അപകടത്തിൽ കാക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹമത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله واستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين.